എന്തൊക്കെ കേൾക്കണം എൻ്റെ ദൈവമേ. കേരളത്തിൽ ബ്ലോഗർ കൊച്ചമ്മ വരുന്നുണ്ടേ. അയ്യോ ഓഹോ അമ്മേ ഓടിക്കോ തടവിൽ വേണം ഞാൻ തടവിൽ കിടക്കാൻ. തന്റെയൊക്കെ ചൊറി നമുക്ക് ദുഷ്ട ഉദ്ദേശത്തോടെ എന്നെ നിങ്ങൾ കണ്ടതല്ലേ എന്നെ ദുഷ്ട ഉദ്ദേശത്തോടെ ടച്ച് ചെയ്തു. ഹാഷ് സ്ത്രീ പക്ഷം ഹാഷ് ലേഡീസ് പവർ ഹാഷ് ലേഡീസ് ഹോഴ്സ് പവർ പോസ്റ്റ് ചെയ്ത് മുസ്ലിം പവർ എക്സ്ട്രാ പവറും കൂടെ കൊടുക്കാൻ മേലായിരുന്നു. അതൊന്നും വേണ്ട. Oh my god, reach share. Oh my god, കമന്റുകൾ നോക്കാം. കമന്റ് വന്നിട്ടില്ല. Oh my god, ഞാൻ വൈറലായി ഗൈസ്. നിങ്ങൾക്ക് അറിയാമോ, ഇത് ബിഹേവിയറൽ ചേഞ്ച് ആണ്. ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഇവർക്ക് ജന്മന എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെയുണ്ട് എന്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണം? എങ്ങനെയുണ്ട് പരാച്ചി അങ്ങോട്ട് അന്നേക്കുന്നു കുറെ എണ്ണ അങ്ങ് ഇറങ്ങിയേക്കുവാണ്. പിന്നെ തന്റെ കണ്ടടം മൂട്ടി ഒരുമി നിർത്തിയിട്ടാണല്ലോ താൻ മറ്റേ പ്രതികരിക്കുന്നത്. തനിക്ക് എന്താ എന്റെ വീരത്വം ഇഷ്ടപ്പെട്ട വീരത്വം തന്റെ മൂച്ചാളിത്തരം എന്ന് നമ്മൾ പറയും. നാണുണ്ടോ തനിക്കൊക്കെ? നാണുണ്ടോ? അങ്ങ് ഇറങ്ങിക്കോളും. രാവിലെ ആകുമ്പോ ഒരു ഫോണും തൂക്കി അങ്ങോട്ട് മാറി നിന്നോ. ആ മുച്ചാളിത്തരം കാണിക്കുന്നു. തനിക്കൊക്കെ എന്താണ് പ്രശ്നം? അല്ലെ എനിക്ക് എന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് മോശമായിട്ട് അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ആ കുട്ടി തന്നോട് പറഞ്ഞായിരുന്നു? ഇല്ല. പിന്നെ താനങ്ങ് തീരുമാനിച്ചാൽ മതി. എനിക്ക് തോന്നി. അത് മാത്രമല്ല, ഇത് ബിഹേവിയറൽ ചേഞ്ച് ആണ്. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ മറ്റൊരാൾ പ്രതികരിക്കില്ല. തന്റെയൊക്കെ ഇമാതിരി പണികൾ കാരണം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ദുരനുഭവം നേരിടുന്ന സ്ത്രീകളോടൊപ്പം പോലും ഈ സമൂഹം നിൽക്കുന്നില്ല. അറിയാമോടോ? അത് പിന്നെ ഞാനാണ് ഇവിടുത്തെ ജഡ്ജി അമ്മ. എന്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണം കാണാം. ഇവിടെയുള്ള ആണുങ്ങളൊക്കെ പേടിക്കണം. അതാണ് എന്റെ ഉദ്ദേശം. നേരെ ഉൾട്ടയായത് അറിഞ്ഞായിരുന്നോ? കഥ നേരെ ഉൾട്ടയായി. ഇവിടുത്തെ തെറിവിളി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാ? അത് പിന്നെ എനിക്ക് തന്നെ വിളികൾ കേൾക്കുന്ന ആർക്കാണ്? നീതി ന്യായവും പോലീസൊക്കെ ഇവിടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നീതി ന്യായം നടത്തണം. ഞാൻ വിചാരണ നടത്തണം. സോഷ്യൽ മീഡിയ ആണോ ഇവിടുത്തെ കോടതി? അല്ല. പക്ഷെ എനിക്ക് കമന്റ് ഇടുന്നവരാണോ ഇവിടുത്തെ ജഡ്ജിമാർ? എന്റെ പ്രതികരണ ശക്തി നാട്ടുകാർ മൊത്തം കാണണം. ഞാനിവിടെ നാട്ടുകാർ മൊത്തം കണ്ടതുകൊണ്ടാണ് ഒളിവിൽ പോകേണ്ടി വന്നത്. എവിടെ അടുത്ത രതി അല്ലല്ല അതിജീവിത ദുബായിക്ക് മുങ്ങിയെന്നാണ് കേൾക്കുന്നത്. അത് പിന്നെ കേരള പോലീസ് അവസരം കൊടുത്തിട്ടല്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് അവസരം കൊടുത്ത് ഒളിച്ചോന്ന് പറഞ്ഞു. അയ്യോ, വലിയ പോരാട്ടമായിരുന്നു നടത്തിയത്. 2 ദിവസം അങ്ങ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് അമ്മച്ചി അങ്ങ് നിരന്തരം അങ്ങ് വീഡിയോ ചെയ്യുകയായിരുന്നു. എനിക്ക് ദുരനുഭവമുണ്ടായി, ഞാൻ പ്രതികരിച്ചു, ജനങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കൊണയടിയായിരുന്നു. പിറ്റേ ദിവസം കേസ് നേരെ തിരിയുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മച്ചി നിന്ന നിപ്പിൽ ദുബായിക്ക് പോയി എന്നാണ് ഇപ്പോഴത്തെ കരക്കം. ഇനി ഞങ്ങൾ ദുബായിലിരുന്ന് പ്രതികരിക്കും. അങ്ങോട്ട് പ്രതികരിക്കാൻ ചെല്ലേ. ഇവിടെ ഇരുന്ന് മറ്റേ പ്രതികരിക്കുന്ന പോലെ ദുബായിലോട്ട് എന്ന് കഴിഞ്ഞാൽ കഴുത്തിന് മേലെ തല കാണത്തില്ല. ഞങ്ങൾ സ്ത്രീപക്ഷം, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങളുണ്ട്. അയ്യോ, ദുബായിൽ അങ്ങനെയല്ല. തെറ്റുകാരായാൽ ആരുടെ ആണേലും മുഖം നോക്കാതെ നടപടിയെടുക്കും, വെട്ടും. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേ? 101% നിങ്ങൾക്ക് ഉറപ്പല്ലേ? മാനവരെ, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിലായത്? അമ്മച്ചിയുടെ കുത്തിക്കഴപ്പ് എന്നല്ലേ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്? പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ്. മാറിക്കണം അങ്ങോട്ട്. ഉപയോഗിക്കരുത് എന്നാണ്. എന്നാൽ ഇവളുമാരെയൊക്കെ പറയാൻ ഇത് പറയാതെ എനിക്കൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കുത്തിക്കഴപ്പും കൊണ്ട് അങ്ങോട്ട് കയറി എന്നിട്ട് ഒരു രതിജീവിതം ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. എണിച്ചു പോടാ അങ്ങോട്ട്. ഒന്നും പറയത്തില്ലെന്ന് ഇവളുമാരുടെയൊക്കെ വിചാരം. അത് പിന്നെ ആരും ഒന്നും പ്രതികരിക്കത്തില്ല. എന്ത് പറഞ്ഞാലും ഇവളുമാരുടെയൊക്കെ കൂടെ അങ്ങ് സമൂഹം നിൽക്കുമെന്നാണ് ഇവളുമാർ വിചാരിക്കുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ പ്രതികരിക്കാൻ നിൽക്കത്തുള്ളൂ കേട്ടോ. സോഷ്യൽ മീഡിയയിൽ 2 ഹാഷ്ടാഗ് ഇട്ടാ ഒരുത്തനെ കൊന്നിട്ട് അതിന്റെ റീച്ച്, അതിന്റെ കാശും കിട്ടിയിട്ട് എങ്ങനെ തിന്നുന്നു, എങ്ങനെ തൊണ്ടയ്ക്ക് കീപ്പോട്ട് ഇറങ്ങുന്നു ഒരുത്തനെ കൊന്നിട്ട്? നിന്റെ കുടുംബത്തുള്ള ഏതെങ്കിലും ഒരുത്തനാ ഇതുപോലെ അങ്ങ് ചത്തെങ്കിൽ നീ എന്ത് ചെയ്തേനെ? പറ. പിന്നെ റീച്ചിനും ഷെയറിനും വേണ്ടി ഓരോരുത്തരും അതെ, സ്വന്തം തന്തയെ വരെ ഇമാതിരി കേസിൽപ്പെടുത്തി നീയൊക്കെ റീച്ച് ഉണ്ടാക്കും. അത് വേറൊരു കാര്യം, നമുക്കറിയാം. കാശാണല്ലോ മുഖ്യം ബിഗിലെ അല്ലേ? നിന്റെയൊക്കെ
തന്റെ ആങ്ങളെയൊക്കെ എങ്ങനെ വീട്ടിൽ ഇവന്റെയൊക്കെ കൂടെ ഇവളുടെയൊക്കെ കൂടെ ജീവിക്കുന്നു എന്തോ. അതിനിടയ്ക്ക് വേറെ കുറെ പേര് വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത. അതെ, ശ്രീലക്ഷ്മി അറക്കലൊക്കെ അല്ലേ. ഞങ്ങൾക്കുണ്ട് പെണ്ണുങ്ങളുടെ ശക്തി കരുത്ത്. ഞങ്ങൾക്ക് ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് ഇവിടുത്തെ സ്ത്രീകളുടെ എല്ലാം. അവർക്കെല്ലാം അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ സ്ത്രീകളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾക്കാണോ കൊടുത്തിരിക്കുന്നത്? സോറി, ഞങ്ങൾക്ക് സപ്പോർട്ടിന് ആളുണ്ട് കേട്ടോ. പേരൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്തയ്ക്ക് വിളി കേട്ടോണ്ടിരിക്കുവോ? അത് പിന്നെ ഞങ്ങൾക്കൊന്നൊരു പൂക്കുതിരയല്ല, ഞങ്ങൾ തന്തയ്ക്ക് വിളി കേൾക്കും. അതെ 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 അതെ. ഞങ്ങൾക്ക് 2 ഹാഷ്ടാഗ് ഇട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതങ്ങനെയാ. നിങ്ങൾക്കൊക്കെ ഇമാതിരി തൊലിക്കെട്ടി കാണും. നാട്ടുകാർ അതിന് മറുപടി പറയുന്നുണ്ട്. നിനക്കൊക്കെ ഇമാതിരി തൊലിക്കെട്ടി ഉണ്ടാകാൻ കാരണം പല തന്തയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഡാർക്ക് 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 അമ്മാതിരി വർത്താനാണ് നാട്ടുകാർ പറയുന്നത്. കമന്റ് നോക്കുന്നില്ലേ അമ്മച്ചി നിങ്ങള്? ഞങ്ങൾ പ്രതികരിക്കുന്ന പെണ്ണുങ്ങളല്ലേ. ഞങ്ങളുടെ പ്രതികരണം ഇവിടെ ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞങ്ങൾ ശക്തരായ പെണ്ണുങ്ങൾ പ്രതികരിക്കും, എന്തിനെതിരെയും പ്രതികരിക്കും. ഞങ്ങൾ തന്നെ വീഡിയോ ഇട്ട് നാട്ടുകാർക്ക് വിചാരണയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഞങ്ങൾ തന്നെ നീതി ന്യായം ഒക്കെ ഇവിടെ നടപ്പിലാക്കും. ഇവിടെ മാറി ഇന്നങ്ങോട്ട് തുള്ളു കേട്ടോ. അമ്മച്ചിയുടെ വിചാരം എന്തുവായിരുന്നു അറിയാം? വീഡിയോ അങ്ങ് എടുത്തിടുമ്പോഴത്തേക്ക് സമൂഹം മുഴുവൻ കൂടെ നിൽക്കും, മാധ്യമങ്ങൾ മുഴുവൻ അയ്യോ അതിജീവിത എന്ന് പറഞ്ഞ് പൊക്കി തലയെ വെക്കാൻ ചെല്ലുമെന്നാണെന്ന്. നേരെ ഉൾട്ടയായിപ്പോയി. ഈ വെച്ച വെടി സ്വന്തം കുട്ടിക്ക് കൊള്ളുന്ന അവസ്ഥയായിപ്പോയി അല്ലേ അല്ലേ അമ്മച്ചി? ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് കിട്ടിയില്ല, പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് മെനയായില്ല. അതിനെക്കാട്ടി വലിയൊരു കാര്യം ഉണ്ടാ. പുള്ളി ആരാന്നറിയുമോ? കോൺഗ്രസ് ആയിരിക്കും. ഞങ്ങളെ ദിവ്യേച്ചി പറഞ്ഞവർക്കൊക്കെ പണിയിട്ട് കമ്മി കള്ള കമ്മി. അതിന്റെ ഇടയ്ക്കോട്ട് മറ്റേ ഷിംജിത നല്ലടോ സാധനത്തിന്റെ പേര്. അതിന്റെ രാഷ്ട്രീയം വരെ പോയി ചകഞ്ഞു. അല്ലാതെ ഇവിടെ നീതി നടപ്പാക്കണം, പാവം ഒരുത്തൻ മറ്റേ ആത്മഹത്യ ചെയ്തതിന് സംസാരിക്കണമെന്നല്ല, അവിടെ തന്നെ മറ്റേ പുള്ളിക്കാരുടെ രാഷ്ട്രീയമൊക്കെ തിരക്കി അങ്ങ് പോയായിരുന്നു. നിങ്ങളുടെ ദിവ്യേച്ചിനെ എന്താ വേട്ടയാടിയത്? കേൾക്കട്ടെ 2 വാക്ക് പറ. അഴിമതിക്കെതിരെ പോരാടി. എവിടെ പോരാടിയത്? അത് പിന്നെ നവീൻ ബാബു കൈക്കൂലി മേടിച്ചെന്ന് നിങ്ങളുടെ ഏതെങ്കിലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞായിരുന്നോ? ഈ നിമിഷം വരെ കഴിഞ്ഞോ? പിന്നെ എങ്ങനെ അയാൾ കൈക്കൂലിക്കാരനാകുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടെ, അയാൾ കൈക്കൂലി മേടിച്ചെങ്കിൽ പരാതിപ്പെടേണ്ടത് ആരുടെ വിജിലൻസിന്റെ അടുക്കലല്ലേ? BP ദിവ്യാണോ ഇവിടുത്തെ വിജിലൻസ്? ഞങ്ങൾക്ക് ഷോ കാണിക്കണ്ടേ? അതന്നെ നമ്മൾ കണ്ടായിരുന്നു. വിളിക്കാത്ത ഒരു പരിപാടിക്ക് വലിഞ്ഞ കയറി അങ്ങ് ചെല്ലേ അമ്മച്ചി. എന്നിട്ട് മറ്റേ ഷിംജിത അവരൊക്കെ ഒരു നാണയത്തിന്റെ 2 വശമാണ് കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ? അമ്മച്ചി അന്ന് പോയത് മറ്റേ ഒരു ക്യാമറ മേനോനെയും കൊണ്ടായിരുന്നു. എന്നിട്ട് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ എടുത്ത് അങ്ങ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ഞാൻ കൈക്കൂലിക്കാരനെ തുറന്നു കാട്ടിയെന്ന്. അതെ, ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പെണ്ണുങ്ങൾ പ്രതികരിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടം. നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളുടെ അട്ടിപ്പേർ അവകാശം എടുക്കണ്ട കേട്ടോ. നിങ്ങളെ പോലെ കുറെ നട്ടും ബോൾട്ടും പോയ കുറെ എണ്ണം ഉണ്ട്. ഇങ്ങനെ അങ്ങ് നടക്കുക അങ്ങ് മറ്റേ ഒരു ഫോണും തൂക്കി പിടിച്ചോണ്ട് നോക്കിക്കോ. ഇനി ഇമാതിരി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിനെങ്കിലും ജനങ്ങൾ കൈവയ്ക്കും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പുറത്തിറങ്ങണം കേട്ടോ. തന്റെയൊക്കെ ചൊറി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ചൊറിക്കുള്ള മറുപടി കോടതിയിൽ നിന്ന് തരും. എന്നിട്ട് ഷിംജിതക്കെതിരെ പോലീസ് ഏതൊക്കെ വകുപ്പിട്ടാ കേസെടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞായിരുന്നോ? ദുർബലമായ വകുപ്പുകളാണെന്നാണ്. പിന്നെ പക്ഷേ കോടതി ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. കോടതി ചെല്ലുമ്പോ കളി മാറും കേട്ടോ. അവിടെ ചെന്നിട്ട് ഹലോ ഗൈസ്, ഹലോ ജഡ്ജി, എന്നെ കയറി പിടിച്ചു, ഞാൻ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആട്ടി വിടും. കോടതിയുടെ ഞങ്ങൾ കോടതിയാകാൻ അയ്യോ എല്ലാം നിങ്ങൾക്ക് അനുകൂലം ആവില്ല കേട്ടോ. എല്ലായിടത്തും ഞങ്ങൾക്ക് ശക്തമായ നിയമമുണ്ട്. ഞാനൊരു പെണ്ണാണ്, മറക്കരുത്. പെണ്ണാണ് നിങ്ങൾ ആക്രമിച്ചാൽ, ഞാനൊരു അതിജീവിത കേട്ടല്ലോ, ഞാൻ ഒരു പെണ്ണാണ്, മറക്കണ്ട. അതുകൊണ്ട് പെണ്ണായോണ്ടാണല്ലോ പലരും മറ്റേ ഇവിടെ തുല്യതയ്ക്ക് വേണ്ടി നിങ്ങൾ കടന്നു പോകുന്നതോ? അത് ഞങ്ങൾ തുല്യത, അങ്ങനെ ആൺ പെൺ വ്യത്യാസമൊന്നും ഇവിടെ വേണ്ട. അപ്പൊ നിയമമൊക്കെ ഒരുപോലെ ആയിരിക്കണ്ടേ? അല്ലാതെ അന്നേരം മാത്രം ഈ ഇരവാദം മുഴക്കുകയും അപ്പൊ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അനുകൂലമായ വകുപ്പ് വേണമെന്ന് പറയുന്നതിൽ എന്താ കാര്യം? എവിടെയെങ്കിലും ഒരിടത്തുനിന്നില്ലേ കേട്ടോ. തുല്യത വേണം. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ആൺ പെൺ വ്യത്യാസം ഒന്നും വേണ്ട. പക്ഷേ കേസ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അനുകൂലമായ സ്ത്രീകളുടെ സംരക്ഷണ വകുപ്പുകൾ വേണം. ഇതിനെയാണ് ഊച്ചാളിത്തരം എന്ന് പറയുന്നത്. മറ്റേ മുള്ളുമുരിക്കലോട്ട് കയറി അങ്ങ് ചൊറിഞ്ഞാൽ മതി കേട്ടോ. കുറച്ചുകൂടി വൈറലാവാൻ
ഇനി ഞങ്ങൾ അയ്യോ ഇനി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാര് മടലെടുത്തിട്ട് അടിക്കും. അതാണ് പ്രാവശ്യം പറ, ഞങ്ങൾ ഇനി യഥാർത്ഥത്തിൽ ഞങ്ങൾ ബസ്സിൽ മോശം അനുഭവം ഉണ്ടായി ഞങ്ങൾ എന്ത് ചെയ്യണം? പറ പ്രതികരിക്കുക. എങ്ങനെ ഏതെങ്കിലും അവൻ കയറി പിടിക്കുകയോ തോണ്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് അവന്റെ കാവാലം നോക്കി ഒരെണ്ണം കൊടുക്കുക, അടിച്ചവന്റെ പല്ല് താഴെ ഇടണം. അപ്പൊ ഞങ്ങൾ അഹങ്കാരികളാകില്ലേ? അത് പറഞ്ഞോട്ടെ, അക്കാര്യത്തിലൊക്കെ അഹങ്കാരി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് അവാർഡായിട്ട് കാണണം. ഇനി എല്ലാവരും ചെപ്പാക്കുറ്റി അടിച്ചു, എല്ലാവരും വെറുതെ പോയി അടിച്ചിട്ട് കാര്യമില്ല. ആവശ്യമില്ലാതെ ദേഹത്ത് കയറി തൊട്ടാൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കും. അടിച്ചവന്റെ കാരണക്കുറ്റി അങ്ങ് തകർത്ത്. ഞങ്ങളുടെ തന്റെയുടെ നാട്ടുകാർ കാണണം. ഞങ്ങൾ തന്റെയാണ്, ഞങ്ങൾ പ്രതികരിക്കുന്ന ഒരു യുവജനത ഇവിടെ ഉണ്ടെന്ന് ഈ നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പക്ഷെ എന്നിട്ട് ഷിംജിത അമ്മായി എന്നിട്ട് കയ്യിൽ നിന്ന് പോയി അച്ഛനെ അത് പോരാഞ്ഞിട്ട് വിശദീകരിച്ചുകൊണ്ട് ബിഹേവിയറൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് വീഡിയോയിലിട്ട് കൊണകൊണ പറഞ്ഞത്. ഗുണഗുണ പറഞ്ഞു. ഇപ്പൊ അവസാനം വല്ലാത്ത അവസ്ഥയിലായി അല്ലേ? ഇനി ഇതുപോലെ കുറെ അമ്മച്ചിമാർ ഇങ്ങനെ പ്രതികരിച്ച് ഉയർന്ന് കൂണു പോലെ വരെയെന്ന് എല്ലാത്തിനും തലമണ്ടോട്. അത് നന്നായി കേട്ടോ. ഇതുപോലെ കുറെ ഐറ്റം ഉണ്ടായിരുന്നു, കുറെ ഐറ്റം ഉണ്ട്. ഇതല്ലേ ചുമ്മാ കടന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങ് കൊണ പറയുന്ന കുറെ എണ്ണം. ഫോണ് തുറക്കാൻ പറ്റുമോ? ഇന്നലെ കുറെ എണ്ണം അങ്ങ് ഉണ്ട്, ഇറങ്ങി നടക്കുക. ഇപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ആണുങ്ങളും ഉണ്ട്. അയ്യോ രണ്ടും ഉണ്ട്. ഇത്തവലെ കുറെ മറ്റേ വള്ളി പറഞ്ഞ കുറെ എണ്ണം. ഇതിനൊന്നും വേറെ പണിയില്ലെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ജോലിയും കൂലിയൊന്നും ഇല്ല കേട്ടോ എനിക്കൊക്കെ. ഞങ്ങളുടെ ജോലി സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണകൊണ പറയാ. എന്നിട്ടോ ഇവർക്ക് പറയുന്ന പേരെന്തുവാന്നറിയാമോ? ഇൻഫ്ലുവൻസേഴ്സ്. വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത്. അത് പിന്നെ ഞങ്ങൾ പ്രതികരിക്കണ്ടേ? ഇതാണോടോ പ്രതികരണം? പിന്നെ ഇതാണോ പ്രതികരണം? എല്ലാരും കുറ്റം പറയാം. ഞങ്ങൾ പ്രതികരിക്കുന്നവർ ഇവിടെ ദുരനുഭവം ഉണ്ടാകുന്ന യഥാർത്ഥ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് പോരാട്ടം നടത്തി ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. ദുരനുഭവം ഉണ്ടായി എല്ലാവർക്കും ഞങ്ങൾ ചേർത്ത് നിർത്തും. അയ്യോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഹാഷ്ടാഗ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. സോഷ്യൽ മീഡിയ വന്നിട്ടേ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഞങ്ങൾ മറ്റേ അതിജീവിതകൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രവർത്തിക്കണം, മനസ്സിലായില്ലേ? പോരാട്ടം നടത്തണം. നാക്കുകൊണ്ട് പടവെട്ടുന്നുണ്ടല്ലോ ഇവിടെ. അതെ നിങ്ങളുടെ നാക്കിന്റെ മൂർച്ച കൊണ്ടാണ് ഇപ്പോൾ ഒരുത്തൻ ആത്മഹത്യ ചെയ്തത്. ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. സമാധാനമായല്ലോ. ഒരു കുടുംബത്തെ കൂടെ കണ്ണീരിലാഴ്ചയപ്പോ അങ്ങ് സമാധാനമായല്ലോ. അത് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, താനൊക്കെ ഉണ്ടല്ലോ എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടോ. ക്യാമറ ഫോണ് വെള്ളം ഇറങ്ങാതെ ജാഗ് നീയൊക്കെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇമാതിരി ശാപവാക്കുകളൊക്കെ വല്ല കാര്യമുണ്ടോ? ഞങ്ങള് വിധി നടത്തും. ഞങ്ങൾ തന്നെ ഇവിടുത്തെ ജഡ്ജി, ഞങ്ങൾ തന്നെ ഇവിടുത്തെ കോടതി. അയ്യോ എന്നിട്ട് എന്താ നിന്ന് ഇപ്പൊ അങ്ങ് ഷിംജിത ഓടിയത്? ഞാനാണ് കോടതി എന്ന് പറഞ്ഞ് ഇവിടെ നിന്നാ പോരായിരുന്നു. ഞങ്ങളും ദ്രോഹിച്ചാൽ ഞങ്ങൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ അറിയിച്ച് തെറ്റ് ചെയ്തോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇനി പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ ഒരു വീഡിയോ എടുക്കാൻ ധൈര്യമുണ്ടോ? എന്താ? അത് പിന്നെ വീഡിയോ എടുക്കും, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ലേ, തെളിവായിട്ട് കൊണ്ടുപോകാൻ പോരെ അല്ലേ? അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്തിനു വെറുതെ സോഷ്യൽ മീഡിയയിൽ പോലീസുകാരോട് നല്ല നമസ്കാരം കേട്ടോ. ഷിംജിതയ്ക്ക് രക്ഷപ്പെടാൻ സഹായം ഒരുക്കിയ കേരള പോലീസിന് സ്വമേധയാ പോലീസിന് കേസെടുക്കാം. എന്നിട്ടും വാ പൊളിച്ചു നിന്നു. അവസാനം വിവാദമുണ്ടായി, ജനങ്ങള് ഇളകി എന്ന് കണ്ടപ്പോഴത്തേക്കാണ് പോലീസ് കേസെടുത്തത്. വേറെ വല്ല ആയിരുന്നെങ്കിൽ പോലീസ് ഇപ്പം വീടും വളഞ്ഞ് മറ്റേ തീവ്രവാദികളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ കൊണ്ടുപോയേ. രാത്രി വനിതാ പോലീസുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ വന്ന പോലീസാണേ. അയ്യോ കഷ്ടം തന്നെ. അപ്പൊ അങ്ങ് രക്ഷപ്പെട്ട അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു. എന്തിനാ പോലീസ്? നിങ്ങളുടെ പോലീസല്ലേ? നിങ്ങളുടെ ആഭ്യന്തരം നിങ്ങളുടെ അല്ലേ കേട്ടോ? സോറി ഞങ്ങളുടെ താനിടയ്ക്ക് കണ്ടോ ഇടയ്ക്ക് കമ്മിയാന്ന് വരെ മറന്നുപോയി. സോറി ഞാൻ കമ്മിയാണെന്ന കാര്യം മറന്നു മനുഷ്യനെ. അത് പിന്നെ ഞങ്ങളുടെ പോലീസല്ലേ പിടിക്കും. ദുബായിലെല്ലാം അങ്ങ് മറ്റേ മാനത്തൊളിച്ചാലും ഏത് ബങ്കറിൽ പോയി ഒളിച്ചാലും ഞങ്ങളുടെ പോലീസ് തൂക്കി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പിടിക്കും. അതെ ഞങ്ങള് ഡോറ് തട്ടി തുറന്ന് പിടിച്ചോണ്ട് പോകുന്ന സൈസാണ് ഞങ്ങള് കേട്ടോ. ഷിംജിതയ്ക്ക് നല്ല നമസ്കാരം കേട്ടോ. ഇനി കേരളത്തിൽ കാല് കുത്തി അന്നെ കവാലം പൊളിക്കുന്ന അടി കിട്ടും. മാറിക്കട